ഹലോ, ഇത് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ചൂനമുളക് ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കച്ചാൽ ഞാൻ ഒരു ചെറിയൊരു ചാലഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ചാലഞ്ചിലേക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അല്ലേ, ഞാനൊരു ചാലഞ്ച് കൊടുക്കണം കേട്ടോ എൻ്റെ കുട്ടികൾക്ക്. വേറൊന്നല്ല, 2 വാക്കുകൾ ഞാൻ പറയും. ആ 2 വാക്കുകൾ വെച്ചിട്ട് മലയാളം സിനിമയിൽ നല്ലൊരു പാട്ടുണ്ട്. അതിത്തിരി ഒരു 88-ത്തെ റിലീസായൊരു പടമാണ്. അപ്പോൾ അത് അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, റെഡിയാണോ നിങ്ങൾ? ഓക്കെ, നീ റെഡിയാണോ അടി? ഓക്കെ. അപ്പം ആ 2 വാക്കെന്ന് പറയണത് എന്തിനാണെന്നറിയോ? കിഴക്ക് സൂര്യൻ. അങ്ങനെയാണ് 2 വാക്കല്ല, 3 വാക്കിട്ടാ, തെറ്റി. 3 വാക്ക്. കിഴക്ക് സൂര്യൻ ഉദിച്ചു. അങ്ങനെ 3 വാക്ക് വരുന്ന ഒരു പാട്ടുണ്ട് മലയാളം സിനിമയിൽ. വളരെ ഭയങ്കര എന്താ പറയുക, ശ്രദ്ധേയമായിട്ടൊരു പാട്ടാണ്. MGയുടെയാണ് ആ പാട്ട്. MG ശ്രീകുമാർ സാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കി നോക്കാം, ചോദിച്ചാൽ. അറിയോ? കിഴക്ക് ഉദിച്ചു സൂര്യൻ, അല്ലെങ്കിൽ കിഴക്ക് സൂര്യൻ ഉദിച്ചു. ദൂരെ ദൂരെ കിഴക്കുദിക്കും മാണിക്യ ചെമ്പഴുക്ക ഒരു വെറ്റില താമ്പരത്തിൽ ദൂരെ കിഴക്കുദിക്കും മാണിക്യ ചെമ്പഴുക്ക. അപ്പൊ അമ്മയാണ് കേട്ടോ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കണേ. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പിള്ളേർക്ക് അത് കിട്ടുമെന്ന്, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ അത് പാടി. നിങ്ങൾക്കറിയോ ആ പാട്ട്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ പാട്ട്? അത് കേട്ടിട്ടുണ്ടെന്നാണ് പറയണേ. ഏതാ? വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ താമസിച്ചേ. ആനക്കരാമലയിൽ ആനക്കളി കണ്ടു താമസിച്ചേ. ആനക്കരാമലയിൽ ആനക്കളി കണ്ടു താമസിച്ചേ. അല്ലേ? സിനിമ പാട്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് നാടൻ പാട്ടല്ലേ? അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇട്ടുന്ന ഫസ്റ്റ് വീഡിയോയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ശബ്ദങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ നേരിട്ട് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.